പോരായ്മകളും ഇല്ലായ്മകളും ചേർത്ത് വെച്ച് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ മാത്രമേ സമൂഹത്തിന് കൊള്ളാവുന്ന മക്കളെ വളർത്തിയെടുക്കുന്നുള്ളൂ എന്നാണ് കാനായിലെ കല്യാണ വിരുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപരന്റെ കുറവുകളിൽ കൈ നീട്ടണമെന്ന് ബാല്യം മുതൽക്ക് തന്നെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ നാം മാതാപിതാക്കൾക്ക് സാധിക്കാറുണ്ടോ? നമ്മളെപ്പോഴും കുറ്റം പറയും, പുതിയ ജനറേഷൻ എന്താ ഇങ്ങനെ, പുതിയ തലമുറ എന്താ ഇങ്ങനെ, ഇത്രയും വക്രതയും കള്ളത്തരവുമുള്ളൊരു തലമുറ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ മുൻപാകെ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി തീരേണ്ടതിന് സകലവും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസ് പോലെ പ്രകാശിക്കണമെന്ന്. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ ഇടയിൽ നിങ്ങൾ അനിന്യരും നിന്നയില്ലാത്തവരും പരമാർത്ഥികളും ദൈവത്തിന്റെ മക്കളുമെന്ന് അവകാശപ്പെടണമെങ്കിൽ ക്ഷമയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഒരിക്കൽ ഒരു സ്ത്രീ ഒരു സന്യാസിയുടെ അടുക്ക വന്ന് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം ആരാണെന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിൽ തനിക്ക് കൂടെ കിട്ടിയ ജീവിത പങ്കാളിയാണ് പ്രശ്നം. ഈ പ്രശ്നം മാറാൻ എന്ത് ചെയ്യണം? സന്യാസി കുറെ നേരം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ഒറ്റ മാർഗമേ ഉള്ളൂ, ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ അടുത്തൊരു കാട്ടിൽ ചെന്ന്, അവിടെ ഒരു കാടുണ്ട്, അവിടെ ഒരു സിംഹമുണ്ട്, ആ സിംഹത്തിന്റെ താടി രോമത്തിന്റെ ഒരു രോമം പറിച്ചുകൊണ്ട് വന്നാൽ ഞാനിത് പ്രാർത്ഥിച്ചു തരും, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം മാറും. നമ്മൾ വലിയ ഭക്തരൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഓഫറൊക്കെ കിട്ടിയാൽ നമ്മൾ ഒരു സൈഡിൽ ഭക്തിയാണെങ്കിലും മറ്റേ സൈഡിൽ കൂടെ ഇങ്ങനത്തെ ഓഫറുകളൊക്കെ സ്വീകരിക്കുന്ന ഭക്തന്മാരാണ്. അപ്പൊ ഈ സ്ത്രീ കൂട്ടുകാരിയുമായി ചർച്ച ചെയ്തു, അവിടേക്ക് കുറെ ഇറച്ചിയുമായി ചെല്ലുകയാണ്. ആദ്യത്തെ ദിവസം ദൂരെ നിന്നിട്ട് കൊടുത്തു, രണ്ടാമത്തെ ദിവസം ദൂരെ നിന്നിട്ട് കൊടുത്തു, സിംഹം അത് എടുത്തോണ്ട് പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, ഈ പ്രോസസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് കൃത്യമായി സിംഹം ആ സമയത്ത് വരാൻ തുടങ്ങി. മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടല്ലോ, നമ്മൾ ശീലിപ്പിക്കുന്നതാണ് അവരുടെ ശീലം. അങ്ങനെ വരാൻ തുടങ്ങി. മാസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ വീണ്ടും കഴിഞ്ഞു. ഈ സ്ത്രീ ആ സിംഹത്തിന്റെ അടുക്കലേക്ക് പതുക്കെ നടക്കാൻ തുടങ്ങി. സിംഹത്തിന് കുഴപ്പമൊന്നുമില്ല. 1.5-2 വർഷമായി ആ വലിയ അടുപ്പം നിമിത്തം സിംഹത്തിന്റെ മുൻപിൽ തൻ്റെ കയ്യിൽ ഇറച്ചി കഷ്ണം ഇട്ടിട്ട് ഈ സ്ത്രീ കൊടുത്തു. സിംഹം അത് വളരെ സ്നേഹത്തോടെ എടുത്തിട്ട് നടന്നുപോയി. പിന്നെ ആ സ്ത്രീ അവിടെ കാത്തിരിക്കാൻ തുടങ്ങി. സിംഹം അവർ വരാൻ താമസിച്ചാൽ സിംഹം ഇവരെയും കാത്തിരിക്കാൻ തുടങ്ങി. പരസ്പരം കാത്തിരുന്ന് സിംഹത്തിന്റെ തല അവരുടെ മടിയിൽ വെച്ച് ഉറങ്ങുന്ന ഒരു ആത്മബന്ധം സിംഹവും ആ സ്ത്രീയുമായിട്ടായി. ഒരു ദിവസം ഇവർ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, എന്താണ് ഇതിന്റെ ഉദ്ദേശം? അവർ സിംഹത്തിന്റെ താടി രോമത്തിൽ നിന്ന് ഒരു സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് സന്യാസിയുടെ അടുക്കലേക്ക് ഓടിപ്പോയി. സന്യാസിയുടെ കൈ കൊടുത്തിട്ട് പറയാണ്, ഇതാ ഇനി എത്രയും പെട്ടെന്ന് ഇത് എന്താന്ന് വെച്ചാൽ ചെയ്തു തന്ന് എൻ്റെ വീട്ടിലെ സമാധാനം ഒന്ന് പുനഃസ്ഥാപിക്കണം. ഈ സിംഹത്തിന്റെ താടി രോമം കയ്യിൽ പിടിച്ച് സന്യാസി ഇവരെ നോക്കി ഒരു മന്ദസ്മിതം, ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ചോദിച്ചു, ഈ സിംഹത്തോട് സമീപിച്ചതിന്റെ പകുതി സമീപനം ശാന്തമായി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്തിരുന്നുവെങ്കിൽ എന്നേ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എത്രയോ സമാധാനത്തിൽ പോകുമായിരുന്നു. നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. എന്നാൽ ചെറിയ ചെറിയ സമാധാനത്തിന്റെ താക്കോൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ചേരാത്തത് എന്താണെന്ന് കണ്ടുപിടിക്കാറില്ല. അവിടെ നമ്മൾ പലപ്പോഴും ഓർക്കേണ്ടതുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു നിഷ്ക്രിയമായ സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ടോ? ഞാൻ ഇങ്ങനെയാണ്. ഒടുവിൽ കൊണ്ടുപോകാൻ നമുക്ക് എന്താണുള്ളത്? പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ പാടാറില്ലേ, വേർപാടിൻ വേളയിലാത്മം മെയ്യോടുര ചെയ്തു, എന്തുപകാരമെനിക്കേകും ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം. വേർപാടിൻ വേളയിൽ ആത്മാവ് മെയ്യോട് ചോദിക്കും, കുടുംബത്തിൽ രാജാവാണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നപ്പോൾ നിനക്ക് കൊണ്ടുപോകാൻ നിന്റെ അധികാരമുണ്ടോ? ഇതെല്ലാം എൻ്റേതാണെന്ന് പറഞ്ഞ് നീ അഹങ്കരിച്ചിരുന്നിട്ട് നിനക്ക് ഈ സുഹൃതമല്ലാതെ എന്തെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാനുണ്ടോ? നിഷ്ക്രിയത്വത്തിന്റെ അവസ്ഥയിലിരിക്കുന്ന നമ്മളോട് 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീനെന്ന്. എവിടെയാണോ ഞാൻ ഉയർന്നിരിക്കുന്നത് അവിടെ താണിരിക്കാൻ എനിക്ക് സാധിക്കണം.
1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ആശ്രയിക്കാൻ എൻ്റെ ജീവിത പങ്കാളി എന്നെ അറിയുന്നില്ലെങ്കിലും, എൻ്റെ കൂടെയുള്ളവർ എന്നെ അറിയുന്നില്ലെങ്കിലും, നമ്മളെപ്പോഴും നമ്മളോട് തന്നെ പറയണം, ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട് എന്നതാണ് എൻ്റെ ബലം. വഴി നടത്താൻ ഒരു ദൈവമുണ്ട് എന്നതാകണം നമ്മുടെ ധൈര്യം. സ്നേഹിക്കാൻ ഒരു ദൈവമുണ്ട് എന്നതാകണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രചോദനം. വിശ്വസിക്കാൻ എനിക്കൊരു ദൈവമുണ്ട് എന്നതാകണം എൻ്റെ ജീവിതത്തിൻ്റെ വിജയം. മനസ്സിലാക്കാൻ എനിക്കൊരു ദൈവമുണ്ട് എന്നതാകണം നമ്മുടെ ശക്തി. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ. അപ്പോൾ മാത്രമാണ് ഈ ഉണങ്ങിയ അവസ്ഥകൾ മാറുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഉണർന്നുകൊള്ളുക, ഉണർന്നുകൊള്ളുക, ചാവാറായ നിന്റെ ശേഷിപ്പുകളെയൊക്കെ ഒന്ന് ശക്തീകരിക്കുക. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇനി വീണ്ടും ഈ നോമ്പ് നോക്കി ഇങ്ങനെ വെച്ച് കെട്ടാതെ എവിടെയാണ് എന്നിലെ നിഷ്ക്രിയത്വം എന്ന് കണ്ടുപിടിക്കുക. 2, ആയുസിന്റെ വഴിയിലെ ദൈവ സാന്നിധ്യത്തിലുള്ള വീണ്ടെടുപ്പ്. 1 നിഷ്ക്രിയത്വത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണെങ്കിൽ 2 ആയുസിന്റെ വഴിയിൽ ദൈവ സാന്നിധ്യത്തിലുള്ള വീണ്ടെടുപ്പായിരിക്കണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു 2ാം ജന്മം ഉള്ളവരാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റർത്ഥത്തിൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നമ്മൾ ഒരുപാട് പ്രാവശ്യം കടന്നുപോയവരാ. നമ്മളല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവര്, അല്ലെങ്കിൽ നമ്മുടെ മക്കള്, ഇങ്ങനെ നമ്മളെല്ലാം കടന്നു പോയവരാണ് അല്ലേ. ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോയവരാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തില് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷയിൽ കൂടെയും നിങ്ങളുടെ ദൈവം നിങ്ങളെ കടത്തിവിട്ടിട്ടില്ല. പരീക്ഷ ദൈവം നമുക്ക് അനുവദിച്ചാൽ, അത് പാട്ടായിട്ട് പാടിയാലേ നമുക്കറിയത്തുള്ളൂ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. നമ്മൾ പറയും എന്തിനെന്ന് ചോദിക്കില്ലെന്ന് ഞാനത്. ആദ്യത്തെ ദിവസം തൊട്ട് നമ്മൾ ചോദിക്കുന്നത് എന്തായിരിക്കും, ദൈവമേ നീ എന്നോട്. എന്നാലും അതിന് കാരണം ദൈവത്തിന് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ഇഷ്ടമാണ്. പല പരീക്ഷയിൽ കൂടിയും കടന്നു പോകുമ്പോൾ കർത്താവ് പറയാണ്, നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ എനിക്ക് ഇഷ്ടമാണ്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. ഈ 3 സ്ഥലത്തും യഹോവയാം ദൈവത്തിന്റെ വായ തന്റെ ദാസനായ ഇയ്യോബിനെ കുറിച്ച് ഒരേ സാക്ഷ്യമാണ് പറയുന്നത്. എൻ്റെ ദാസനായ ഇയ്യോബോ നേരുള്ളവനും നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമാണെന്ന്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് ഇതേ കാര്യം യഹോവ പറയുമ്പോൾ സാത്താൻ തിരിച്ചൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ? നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട് അവൻ നിന്നെ സ്തുതിക്കുന്നത്. ഈ വേലി ഒന്ന് പൊളിക്കാൻ നീ എനിക്ക് അനുവാദം താ, ഞാനിത് കാണിച്ചു തരാം. പലപ്പോഴും നമ്മൾ കെട്ടുന്ന വേലികൾ പൊളിയുമ്പോഴല്ലേ നമ്മുടെ വിശ്വാസം ആടി ഉലയുന്നത് അല്ലേ. നമ്മൾക്ക് ചില ധാരണകളുണ്ട്, ദൈവം ഇങ്ങനെയാണ്. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്കും വെള്ളത്തിൽ കൂടെ നടക്കണം. കർത്താവ് കൈ നീട്ടിയിട്ട് പറഞ്ഞു, പത്രോസെ നീ എൻ്റെ കൂടെ വെള്ളത്തിൽ ഇറങ്ങി വാ. പത്രോസ് വെള്ളത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഇറങ്ങി നിന്നു. പക്ഷെ ആർത്തിരമ്പുന്ന ഒരു തിര കണ്ടപ്പോൾ പത്രോസിന്റെ ഉള്ളം കലങ്ങിപ്പോയി. പത്രോസ് ഭയന്നുപോയി. അവന്റെ നോട്ടം ക്രിസ്തുവിൽ നിന്നും മാറിപ്പോയി. പലപ്പോഴും ജീവിതത്തിൽ ചില ഇളക്കങ്ങൾ തട്ടുമ്പോൾ, ചില വേലികൾ പൊളിയുമ്പോഴല്ലേ നമ്മൾ നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നത്. എന്നാൽ ഇയ്യോബിന്റെ ജീവിതത്തില് 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ആകുമ്പോഴത്തേക്കും ഇയ്യോബിന് സകലതും നശിക്കുകയാണ്. ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇനിയും നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാതെ തള്ളിപ്പറഞ്ഞൂടെ എന്ന്. ഇയ്യോബ് മറുപടിയായിട്ട് പറയുക, നമ്മുടെ ദൈവത്തിൽ നിന്ന് നന്മകളെ സ്വീകരിക്കുന്നതെങ്കിൽ ദൈവത്തിൽ നിന്ന് തിന്മകളെയും സ്വീകരിക്കാൻ. കാരണം ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ 3 പ്രതിസന്ധികളാണ്, 3 തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഉള്ളത്. 1-ാമത്തെ പ്രതിസന്ധി എന്താണ്? കർത്താവ് നമ്മളെ ചെത്തിവെടിപ്പാക്കുന്ന ചില പ്രതിസന്ധികൾ. കർത്താവ് നമ്മെ തന്നെ ചെത്തിവെടിപ്പാക്കുന്ന പ്രതിസന്ധി. പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്ന എന്താണെന്നറിയോ? അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവത്തെയാണ് നമുക്കിഷ്ടം, അനുദിനം നടത്തുന്ന ദൈവത്തെ അല്ല. അത്ഭുതങ്ങളിൽ കൂടി നടത്തുന്ന ദൈവത്തെ കാംക്ഷിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അനുദിനം നടത്തുന്ന ദൈവത്തെ സ്തുതിക്കാനാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തില് ഹബക്കൂക്ക് പ്രവാചകൻ സാക്ഷിച്ച് പറയുന്നുണ്ട്. 3-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ വിഭ്രമരാഗത്തിലാണ്, സങ്കടത്തോടെയാണ്.
17-ാം വാക്യത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ പറയാ, അത്തിമരങ്ങൾ എനിക്ക് പൂത്തില്ലെങ്കിലും മുന്തിരിവള്ളികൾ വാടിപ്പോയാലും ആലയിലുള്ള എൻ്റെ ആടുകളെല്ലാം ചത്തുപോയാലും ഒലിവിൻ്റെ കായെല്ലാം തകർന്നു പോയാലും യഹോവയാണ് എൻ്റെ ആനന്ദം, യഹോവയാണ് എൻ്റെ ബലം. ഒന്നാമത്തെ പ്രതിസന്ധി, കർത്താവ് അറിഞ്ഞുകൊണ്ട് നമ്മെ ഉയർത്തുവാൻ വേണ്ടി ആർക്കുമില്ലാത്ത പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഓർക്കുക, ആർക്കുമില്ലാത്ത നന്മകൾ ദൈവം നമുക്കായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുമ്പോൾ ഓർക്കുക, പിൻപിൽ ഫറവോന്റെ സൈന്യത്തെയും കാണുമ്പോൾ ഓർക്കുക, ചെങ്കടലിനെ പകുത്ത് ഉണങ്ങിയ നിലത്തുകൂടി നടത്തുന്ന സർവശക്തനായ ദൈവം അവരോട് കൂടെയാണുള്ളത്, അവരോട് കൂടെയാണുള്ളത്. നമ്മൾ നടക്കുമ്പോൾ മുമ്പിൽ വെളിച്ചമെങ്കിൽ പിൻപിൽ നിഴലുണ്ടാകും, പിൻപിൽ വെളിച്ചമെങ്കിൽ മുൻപിൽ നിഴലുണ്ടാകും. എന്നാൽ നിന്നിൽ വെളിച്ചമെങ്കിൽ നീയുമില്ല, നിഴലുമില്ല, വെളിച്ചം മാത്രമാണ് ഉണ്ടാകുക. ദൈവം നമ്മോട് കൂടെ, വചനമാം ദൈവം നമ്മോട് കൂടെ വസിക്കുമ്പോൾ, ഈ വചനത്തെ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഇങ്ങനെ പറയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. രണ്ടാമത്തെ പ്രതിസന്ധി ശത്രു വരുത്തുന്ന പ്രതിസന്ധിയാണ്. ശത്രു നമുക്ക് വരുത്തുന്ന പ്രതിസന്ധിയാണ്. ഈ ശത്രു നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ ആരാണ് ഈ ശത്രു? ആരാണ് ഈ ശത്രു? ആരാണ് ശത്രു? വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹല്ലേലൂയ. ആരാണ് ശത്രു? ആരാണ് ശത്രു? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് സാത്താനും സാത്താന്റെ തന്ത്രങ്ങളുമാണ് അവന്റെ ശത്രുക്കൾ, അല്ലേ? ഏത് മേഖലയിലാണോ നമുക്ക് ബലഹീനതയുള്ളത് അവിടെയാണ് ശത്രു മുതലെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരാണ് ശത്രു എന്ന് മനസ്സിലാക്കും. എൻ്റെ ശത്രു എൻ്റെ ദേഷ്യമാണ്. പലപ്പോഴും പറയരുതാത്തത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അയ്യോ പറയണ്ടായിരുന്നു. എൻ്റെ നാവാണോ എൻ്റെ ശത്രു? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നു, ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനാണെന്ന് നിരൂപിച്ചാൽ തൻ്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. നാവാണോ എൻ്റെ ശത്രു? എൻ്റെ ചിന്തയാണോ എൻ്റെ ശത്രു? എൻ്റെ നോട്ടങ്ങളാണോ ശത്രു? ഏതിലാണ് ഞാൻ വീണു പോകുന്നത്? ചിലർക്ക് ഉറക്കമാണ് ശത്രു. പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത് മാത്രം അറിയാം, പിന്നെ ആരെങ്കിലും വിളിച്ചുണർത്തിക്കൊണ്ട് പോകുമ്പോഴാണ് എന്തറിയുന്നത്? പ്രാർത്ഥന. പള്ളിയിൽ വരും, ചിലർ വചനം കേൾക്കാൻ വരും, വരുന്ന ഉത്സാഹമൊക്കെ കണ്ടാൽ തോന്നും മുഴുവൻ വേദോത്സവം പഠിച്ചിട്ടേ ഇന്ന് വന്നിരിക്കുന്നത് മാത്രം അറിയാം. അന്നേരം തൊട്ട് എന്താണ്? ഈ ഉറക്കമാണ്. ഈ ഉറക്കമാണോ ശത്രു? പലപ്പോഴും രാവിലെ പ്രാർത്ഥിക്കാൻ ഉണരാത്തതിൻ്റെ കാരണം എന്താ? ഇച്ചിരിയും കൂടി കിടക്കാവുന്ന. വൈകിട്ടെന്താ? ഈ ക്ഷീണമാണ് എൻ്റെ ശത്രു. സ്ഥിരമായി ഞാൻ കാണുന്ന TV ആണോ എൻ്റെ ശത്രു? പലപ്പോഴും നമ്മുടെ ശത്രു എന്താണെന്നറിയോ? ഫോണാണ് നമ്മുടെ ശത്രു. ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും ഒക്കെ ആരാന്നറിയോ? നമ്മൾ ഫോണാണ്. ഈ തീക്കൊരു പ്രത്യേകതയുണ്ട്. തീ വളരെ അനുഗ്രഹമാണ് അടുപ്പിൽ കത്തുമ്പോഴാണ്. ഈ അടുപ്പിൽ നിന്ന് അടുക്കളയ്ക്ക് തീ പിടിച്ച് വീട് കത്തിക്കഴിഞ്ഞാൽ ഈ തീ അത്ര അനുഗ്രഹമൊന്നുമല്ല. ഇതുപോലെയാണ് പലപ്പോഴും ഈ കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മളാണ് പോയിരുന്നതെങ്കിലുണ്ടല്ലോ, തീർച്ചയായിട്ടും അവിടുത്തെ വിവരം തമ്പുരാനോട് പറയല്ല ചെയ്യുക, ആദ്യം തന്നെ കിട്ടിയത് ഫോട്ടോ എടുത്ത് ഫോർവേഡ് ചെയ്യുകയേ ചെയ്യത്തുള്ളൂ. നമ്മളതിൽ അതിവിദഗ്ധരാണ്. കിട്ടിയത് ഫോട്ടോ എടുക്കുക, ഫോർവേഡ് ചെയ്യുക, അതിൽ നമുക്കൊരു പ്രത്യേക ആനന്ദം കണ്ടെത്തുന്നവരാണ് നമ്മൾ. ഇവിടെ പാപിനിയായ സ്ത്രീ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ മുദ്രയെട്ടി കല്ലെറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരും. ക്രിസ്തു ഇത് കേട്ടിട്ട് ഒന്നും അറിയാതെ, അഭിപ്രായം ഒന്നും പറയാതെ കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എന്തായിരിക്കാം? പണ്ടൊരു 33 വർഷങ്ങൾക്ക് മുൻപ് യഹൂദ മലനാട്ടിൽ മറിയാം എന്നൊരു പെൺകുട്ടി ഗർഭം ധരിച്ചിരുന്നു. അന്ന് യൗസേപ്പ് എന്ന പുരുഷൻ നീതിമാനല്ലായിരുന്നുവെങ്കിൽ ആ ദേശത്തിലുള്ളവർ മുഴുവൻ ആ സ്ത്രീയെ കല്ലെറിയുമായിരുന്നു. നീതിമാൻ എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നീതിമാനായതുകൊണ്ട് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ്. ഈ നീതിമാന്റെ ലക്ഷണമാണ് രഹസ്യത്തിൽ കാര്യങ്ങളെ, മറ്റുള്ളവരുടെ കുറ്റങ്ങളെ പരസ്യത്തിൽ പറയുന്നത് നമുക്കൊരു ആഘോഷമാണ്. കാരണം അതെൻ്റേതല്ലല്ലോ, എൻ്റെ അയൽപക്കത്തെ അല്ലേ, അല്ലെ എൻ്റെ സഭയിലെ അല്ലേ, അല്ലെ എൻ്റെ മറ്റുള്ളവരുടെ അല്ലേ. എന്നാൽ അവൻ നീതിമാനായതുകൊണ്ട് അത് ഫോർവേഡ് ചെയ്യാൻ ആഗ്രഹിച്ചില്ല. നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ബലഹീനത എന്താന്ന് ചോദിച്ചാൽ, കിട്ടുന്നതിൻ്റെ വശമോ ദിശയോ ഒന്നും നമുക്ക് വിഷയമല്ല. എന്നിട്ട് പറയും നീ ആയിട്ട് ആരോടും പറയണ്ട, ഞാൻ നിന്നോടായതുകൊണ്ട്.
ഇങ്ങനെ ഒരു ആനന്ദം കണ്ടെത്തുമ്പോൾ ഈ ശത്രു നിന്നിൽ തന്നെയാണ്. എൻ്റെ ബലഹീനത എവിടെയാണോ നമ്മുടെ അവകാശവും സന്തോഷവും പലപ്പോഴും നശിപ്പിക്കുന്നത്, ഈ ഒരു ശത്രുത എൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത് കൊണ്ടാണ്. മൂന്നാമത്തെ ശത്രു എന്താണെന്നറിയോ?